അനീഷിന് PR ഉണ്ടോ? അതൊരു വലിയ ചർച്ചയായിട്ട് 2 ദിവസമായിട്ട്, അതായത് ഇന്നലെ തൊട്ട് മാറിയിട്ടുണ്ട്. ഇതുവരെ ഷാനവാസ് ഈ ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിന്നതിന്റെ ഒരൊറ്റ കാരണം അത് അനീഷാണ്. കാരണം വന്ന ആദ്യത്തെ ആഴ്ച തൊട്ടേ തന്നെ ഇവിടെ ഗ്രൂപ്പിസം നടത്തി, തന്നെ ഇവിടെ പുറത്താക്കി, തന്നെ ഇവിടെ ഒറ്റപ്പെടുത്തി എന്ന് ഷാനവാസ് ആണ് ആദ്യം ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കൊണ്ടുവന്നത്. പിന്നെ ഗ്രൂപ്പിസം പൊളിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒനിയിലും അഭിയുമായിട്ടൊക്കെ ഷാനവാസ് ചേർന്നു. പക്ഷേ ഷാനവാസിന് അതൊന്നും ശരിയാവുന്നില്ലെന്ന് കണ്ടിട്ട് അന്ന് തൊട്ടേ അനീഷിന്റെ പിന്നാലെ നടന്നു. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു വട്ടം ഞാൻ വാൺ ചെയ്തതാണ്, ഈ പറയുന്ന കണക്ക് ഷാനവാസിന്റെ ഒരു നല്ല സൗഹൃദമല്ല. ഈ പറയുന്ന അനീഷിന്റെ ഫാൻസ് തന്നെ അനീഷിനെ എന്താ പറയാ, ഒരു നല്ല കോംബോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ രണ്ടുപേരുടെയും അണ്ണൻ തമ്പി കോംബോ അത് നമ്മളും പറഞ്ഞതാണ്, ആഘോഷിച്ചതാണ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി, ഷാനവാസ് അനീഷിനെ കാണുന്നത് ഒരു കോംബോ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇന്ന് ഒരു കാരണവും ഇല്ലാതെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റി നടന്ന സമയത്ത് ഷാനവാസ് വാർത്ത വായിക്കുന്ന കൂട്ടത്തിൽ അനീഷിന്റെ PR-നെ കുറിച്ച് വലിയ രീതിയിൽ ഒരു പ്രസ്താവന കൊണ്ടുവന്നു. ഇതവിടെ പൂച്ചമായിട്ട് അനീഷ് പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മുന്നിലും ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊണ്ടുവരികയും അനീഷ് അക്കാര്യം ഷാനവാസോടെ പറയുമ്പോൾ ആ ഒരു ആക്ടിവിറ്റി കുളമാക്കുന്ന തരത്തിൽ അനീഷ് ഒന്നും ചെയ്തില്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നതാണ്, പക്ഷെ അനീഷ് ഒന്നും ചെയ്തില്ല. ഈ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും നെവിൻ വന്ന് അനീഷിനോട് പറയുന്നുണ്ട്, എന്നാലും ഇത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല കേട്ടോ, ഇതൊന്നും ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇങ്ങനൊന്നും സംസാരിക്കരുത് അനീഷേട്ടാ, ഇത് അനീഷേട്ടന് തോന്നുന്നില്ല എന്നൊക്കെ നെവിൻ വന്ന് പറയുന്നുണ്ട്. അപ്പോഴും അനീഷ് ഒന്നും മിണ്ടാതെ ഇരുന്നിട്ട് അനീഷ് ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഷാനവാസ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു ആരോപണം ഒരു ടാസ്കിനകത്ത് ഒരു ഫണ്ണ് പോലെയൊക്കെ ഇത്രയും ഇങ്ങനെ വിളിച്ചു പറയുമോ എന്ന ഒരു കൺഫ്യൂഷൻ അനീഷിന് വന്നതുപോലെയാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. അതിനുശേഷം അനീഷ് വന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അനീഷിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബിഗ് ബോസ് ടീം തന്നെ പോയി തന്റെ വീട്ടിൽ പോയി അന്വേഷിക്കണം എന്നാണ്. കാരണം അനീഷിനെ കുറിച്ച് വന്നിട്ടുള്ള ആരോപണങ്ങളിനകത്ത് അനീഷിന്റെ ഭൂമിയും അതുപോലെ തന്നെ നെൽവയലുകളൊക്കെ വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് അനീഷ് PR ടീമിനെ ഏൽപ്പിച്ചു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ അനീഷ് പറയുന്ന വാക്കുകൾ ഇതൊക്കെയാണ്: ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ PR എന്ന് പറയുന്നൊരു കാര്യം ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടേക്ക് വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടു തുടങ്ങിയത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫോണോ എൻ്റെ സോഷ്യൽ മീഡിയ ഒന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടല്ല വന്നത്. വരുന്ന ഒരു വെപ്രാളത്തിൽ എനിക്ക് ഇതിനൊക്കൊന്നും സോഷ്യൽ മീഡിയ ഒന്നും ആർക്കും ഏൽപ്പിക്കാനോ അങ്ങനൊന്നും എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ പറയുന്ന കാര്യം സത്യമാണ്. അനീഷിന്റെ സോഷ്യൽ മീഡിയ വേറൊരാൾ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നെൽകൃഷിയും ഭൂമിയും ഒക്കെ വിറ്റ് കിട്ടിയ കാശ് കൊണ്ടാണ് PR കൊടുത്തത് എന്നിവിടെ എല്ലാവരും പറയുന്നുണ്ട്, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബിഗ് ബോസിനോട് ഒരു റിക്വസ്റ്റ് ആണ്, ബിഗ് ബോസിന്റെ ടീം തന്നെ എൻ്റെ നാട്ടിലേക്ക് പോകണം. അപ്പോൾ അവിടെ ഞാൻ എവിടെയാണ്, ഞാൻ ഇപ്പം നെൽകൃഷി നടത്തേണ്ട ഒരു ടൈമാണ്, അവിടെ പോയി നിങ്ങൾക്ക് നോക്കാം. അതുപോലെ എൻ്റെ ഭൂമി ഞാൻ അങ്ങനെ വിറ്റിട്ടുണ്ടോ, ഞാൻ അങ്ങനെ കാശ് കൊടുത്ത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ബിഗ് ബോസിന്റെ ടീം പോയി നോക്കണം എന്നൊക്കെ പോയി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അനിയൻ ഫാമിലി വീക്കിൽ അനിയൻ വന്നിട്ട് ബിഗ് ബോസിൽ അനിയൻ വന്നപ്പോൾ അനീഷിന് പറഞ്ഞു കൊടുത്തു, എന്തൊക്കെയോ കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തു എന്നൊരു ആരോപണം കൂടിയുണ്ട്. ഉറപ്പായിട്ടും അനിയൻ ഇവിടെ ലിവിങ് ഏരിയയിൽ വന്നാണ് കൂടുതൽ സംസാരിച്ചത്, അല്ലാതെ ഒന്നും തന്നെ അധികം സംസാരിച്ചിട്ടില്ല. പക്ഷെ മറ്റുള്ളവരുടെയൊക്കെ ഫാമിലിയൊക്കെ വന്നപ്പോൾ മൈക്ക് മാറ്റി പല ഏരിയയിലും പല കോർണറിലും പോയി ഒരുപാട് സംസാരിച്ചത് ഞാൻ കണ്ടതാണ്. ആകെ കൂടി അനിയൻ വന്നിട്ട് സംസാരിച്ചത് ലിവിങ് ഏരിയയിൽ നിന്ന് പറഞ്ഞത് അനീഷും ഷാനവാസും തമ്മിലുള്ള കോംബോ നന്നായിട്ടുണ്ട് എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ അനിയൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷാനവാസ് പിന്നിൽ നിന്ന് വന്നിട്ട് അത് ഭയങ്കര ചീപ്പായി പോയി. ഇവിടെ അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഷാനവാസ് വന്നിട്ട് നിർത്തടാ നിന്റെ കള്ളത്തരം, നീ 100 വട്ടം ഒരു കാര്യം പറഞ്ഞ ഒരു കള്ളത്തരം നീ നാട്ടുകാരെ മൊത്തം ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, നീ നാട്ടുകാരെ പറ്റിക്കുന്നത് നിർത്തടാ എന്നും പറഞ്ഞിട്ട് ഷാനവാസ് വന്നിട്ട് അനീഷിനെ ഭയങ്കരമായിട്ടും നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന് ശേഷം വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്, ഒരു ടോം ആൻഡ് ജെറി ഫൈറ്റ് ആണെന്ന് കണ്ടാൽ പോലും ഷാനവാസ് കിച്ചൺ ഏരിയയിലേക്ക് നൂറ വരുമ്പോഴത്തേക്കും ഇവിടെ നിന്നും ഈ അനീഷിന്റെ അടുത്ത് നിന്ന് ചൊറിഞ്ഞിട്ട് നൂറയെടുത്ത് ചെന്നിട്ട് പറയുകയാണ്, നെവിനും അനീഷും നമുക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ, സൂക്ഷിക്കണം, നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ആ ചൂണ്ടയിൽ പോയി വീഴരുത് എന്ന് ഷാനവാസ് നൂറയോടും ആദിലയോടും പറയുന്ന ഒരു സീൻ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം അനീഷ് ജോക്കറിന്റെ ആ ഒരു വേഷം ധരിക്കാൻ പോയി. അതിനുശേഷം ഷാനവാസ് പോയിരുന്ന് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് എന്ന് പറയുന്നത് അനീഷിനെ ചതിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഭയങ്കര നെഗറ്റീവായിട്ട് ഷാനവാസിന്റെ പ്രവർത്തികൾ എനിക്ക് തോന്നി. നിങ്ങൾക്കിത് ലൈവിൽ കണ്ട ഈ ഒരു കാര്യം ഇത്ര ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും എപ്പിസോഡിൽ കാണത്തില്ലായിരിക്കാം. അപ്പോൾ ഏതായാലും ശരി, അനീഷിന്റെയും ഷാനവാസിന്റെയും കോംബോ വന്ന് ഇപ്പം ഭയങ്കരമായിട്ടൊന്നും ഏൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണോ അതോ ഫാമിലി വീക്കിന് ശേഷം
ഷാനവാസിന്റെ ഫാമിലി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ ഷാനവാസ് ഇത്ര ബോറായി പോയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്, നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അനീഷിന്റെ ഗ്രാഫ് കുറച്ചധികം താഴോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ആ ഒരു BB ഡാൻസ് മാരത്തോണിൽ പോലും അനീഷ് അത്ര അധികം അങ്ങോട്ട് ആ ഒരു ക്യാരക്ടർ ആകുന്നില്ല. കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ അടിച്ച് നടക്കാം. അങ്ങനെ ആ ഒരു സെന്റിമെന്റ്സിൽ അല്ലെങ്കിൽ ആ ഒരു കണ്ണീർ മഴയത്ത് എന്നുള്ളൊരു പാട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അവിടെ ഡാൻസ് കളിക്കാനോ അടിച്ചു പൊളിക്കാനോ അല്ല, കുറച്ചൊരു വിഷമമൊക്കെ കാണിച്ച് നടക്കുന്നതായിരിക്കാം അനീഷിന് നല്ലത്. സോ നിങ്ങളുടെ കമന്റ്സ് പോരട്ടെ. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം.